അമ്മ എനിക്ക് മാത്സ് പഠിക്കുന്ന ഇഷ്ടമല്ല. അതെന്താ? മാത്സ് പഠിക്കാൻ നല്ല രസമല്ലേ? പക്ഷെ മൊത്തം തെറ്റാ. തെറ്റാ? നീ എഴുതിയിരിക്കണായിരിക്കും തെറ്റ്. നോക്കട്ടെ. കറക്റ്റ് ആയിട്ടാണല്ലോ എഴുതിയേക്കണേ. എന്താ കുഴപ്പം? എന്താ ഇഷ്ടമല്ലാത്തത്? അമ്മ ഈ 8 കഴിഞ്ഞിട്ട് എങ്ങനെ 9 വരുന്നേ? 80 കഴിഞ്ഞിട്ടല്ലേ 9 വരുന്നേ? 80 കഴിഞ്ഞിട്ട് 9? ഇതാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു തന്നത്? പുതിയ സംശയം. 80 കഴിഞ്ഞിട്ടല്ലേ 9? അത് എനിക്കും പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു. ഞാനും വരച്ച് 800 കഴിഞ്ഞല്ലേ 90 എന്ന് ചോദിച്ചിട്ടുണ്ട്. അച്ഛനടുത്ത് വെച്ചിട്ടുണ്ട്. അത് മക്കൾ അത് എന്തറിയാമോ, അത് ഈ വലിയ വലിയ ആൾക്കാർ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ കാണും. അതുകൊണ്ടാ. ഓഫീസിൽ പോണില്ലേ? ഓഫീസിൽ പോണില്ലേ? പോണം. പിന്നെ കുളിയുന്നതിനൊന്നും കാണില്ലല്ലോ. ഭയങ്കര തണുപ്പടി. പോയി കുളിച്ചാൽ മര്യാദക്ക്. തണുപ്പ് കാരണം ഇനിയിപ്പോ കുളിക്കാതെ പോയാലോ എന്നിങ്ങോട്ട് ആലോചിച്ചോണ്ടിരിക്കുക ഞാൻ. കുളിക്കാതെ പോകണ്ട, കുളിച്ചിട്ട് പോയാൽ മതി. എഴുന്നേറ്റ് പോ. അച്ഛാ, ഈ കൊടൈക്കനാലിൽ ഊട്ടിയിലുള്ളവരെങ്ങനെ കുളിക്കുന്നേ? അവര് ചൂടുവെള്ളത്ത് കുളിക്കും. ഭയങ്കര തണുപ്പല്ലേ എവിടെയൊക്കെ. അപ്പൊ അവിടെ എങ്ങനെ ഭയങ്കര തണുപ്പ് വരുന്നത്? അത് ഈ ഉയരം കൂടും തോറും തണുപ്പ് കൂടും. അപ്പൊ എനിക്ക് ഉയരം കുറവല്ലേ, പിന്നെ എങ്ങനെ എനിക്ക് തണുപ്പ് വരുന്നത്? മക്കളെ, നമ്മളെ ഉയരമല്ല, സ്ഥലത്തിന്റെ ഓരോ പ്രദേശങ്ങൾക്ക് ഉയരം കൂടും തോറുമാണ് തണുപ്പ് കൂടുന്നത്. എന്തൊരു സംശയം. ബാക്കി എടുത്ത് എവിടെ വരായി? 5 വരെ എഴുതി മതിയാക്കിയ ഒരു കാര്യം ചെയ്യ്. പരീക്ഷ ഒന്നുമില്ലല്ലോ, മക്കളെ കളിച്ചോ. കളിക്കാൻ ആരും ഇല്ല. സ്കൂളിൽ പോയല്ലേ? ഒറ്റയ്ക്ക് കളി മക്കളെ. കളിച്ചോ. ഇതേട്ടാ, അവളെ കളിക്കാൻ വിട്ടുവിട്ട് അവസാനം പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ എൻ്റെ അടുത്തോട്ട് വരരുത്. പിള്ളേരാകുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങി കളിക്കണം. കളിച്ചാലേ അവർക്ക് കുറച്ച് നല്ല ചിന്തകളും നല്ല കാര്യങ്ങളും മനസ്സിന് ചരിത്രമൊക്കെ സുഖം കിട്ടുള്ളൂ. പഠിച്ചിട്ടുള്ള ചിന്തകളൊക്കെ മതി. എഴുന്നേറ്റേ വാ, കുളിക്കാം. ഒന്നാമത്തെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വലിച്ചു വാരി തിന്നും. പിന്നെ എങ്ങനെയാ എന്താ ക്ലീറ്റോ കഴിച്ചത്? ക്ലീറ്റോ അവനവന്റെ വയറാന്നോർത്ത് കഴിക്കണം. പാർട്ടി മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി അങ്ങ് തിന്നും. ഇപ്പൊ കണ്ടോ കല്ല് പോലെ ഇരിക്കണ ദൈവമേ. ക്ലീറ്റോ, നമുക്ക് ആശുപത്രി പോവാം. വേറെ വല്ല അസുഖായിരിക്കും. വാ, കുറച്ച് ഗ്യാസ് അങ്ങ് പോയാലേ ആശ്വാസം കിട്ടും. പിന്നെ മരണം കണ്ടില്ലേ? ഇടിക്കാൻ നിന്ന് എത്ര നേരം നിന്ന് ഇടിക്കും. എന്താ കഴിച്ചത് ഇന്നലെ? ഇന്നലെ എന്തോ കഴിക്കാൻ? ഞങ്ങള് പിരിവിന് പോയില്ലേ? പിരിവിന് പോയപ്പോ പിരിവിന് പോയപ്പോ മധുവിന്റെ കടയിൽ നിന്ന് രാവിലെ ഒരു ചായ, ചായയുടെ ഒരു കേക്ക്, വെറും കേക്ക്, വിട്ട് കേക്ക്. അത് കഴിഞ്ഞിട്ട് ഒച്ച എടുക്കാതിരിക്കേണ്ട ക്ലീറ്റോ. അത് കഴിഞ്ഞിട്ട് എന്ത് കഴിച്ചെന്നാ? പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറെ വന്ന് മറ്റേ തട്ടുകട, സംസം തട്ടുകട ഉച്ചക്ക് ഇച്ചിരി ബീഫ് കഴിച്ചു. ബീഫ് മാത്രോ? നീ ഇങ്ങനെ ചോദ്യം ചെയ്യല്ലേ. ബീഫിന്റെ കൂടെ സാധാരണ എന്തോ കഴിക്കും? ഒന്നീ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി. നിങ്ങൾ എന്താ കഴിച്ചത്? അവിടെ ചപ്പാത്തി ഇല്ലായിരുന്നു. അപ്പൊ എന്താ കഴിച്ചത്? ചപ്പാത്തി ഇല്ലായിരിക്കും, പിന്നെ വേറെ എന്തോ ആയിരിക്കും. പൊറോട്ട. നിങ്ങൾക്ക് ഇത് തന്നെ വേണം. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കൊളസ്ട്രോൾ ഉള്ള മനുഷ്യനാ പൊറോട്ട കഴിക്കല്ലേ ക്ലീറ്റോ എന്ന് പറയും. അതിനകത്തുള്ള മൈദ ഉള്ള മുഴുവൻ വിഷാന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? മൈദ പൊറോട്ട ഉണ്ടാക്കുമ്പോഴേ വിഷമാവുള്ളൂ അല്ലേ? ബേക്കറി ഇരിക്കുന്ന മുഴുവൻ സാധനത്തിലും ഈ മൈദ ഇട്ടിട്ടാണ്. പപ്സ്, സമോസ, ദിൽകുഷ്, അത് ഇത് ചപ്പു ചവറ് എല്ലാം ഈ മൈദ കൊണ്ടല്ലേ ഉണ്ടാക്കണേ. ഇതൊക്കെ നിങ്ങൾ തിന്നണേ. അത് തിന്നണേ. കുറെ ഡോക്ടർമാർ പറയും മൈദ വിഷമാണെന്ന്. ചില ഡോക്ടർമാർ പറയും ഏറ്റവും നല്ലത് മൈദയാണെന്ന്. ഇത് നമ്മളെ അത് വിശ്വസിക്കും. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഇച്ചിരി ഓല വെട്ടിക്കൊണ്ടുവരട്ടെ. എന്തിന്? പച്ചറിൽ കടിച്ചു തിന്നാ നല്ലതാ, നെഞ്ചരിച്ചിൽ മാറും. ഞാനെന്തോടി ആനയാ ഈർക്കൊരു ഓല തിന്നാൻ? ഇത് എന്ത് ചെയ്യും? നിങ്ങൾ മരുന്നും കുടിക്കൂല. അത് കുറച്ചു നേരം കിടന്നു കഴിയുമ്പോ അതങ്ങ് മാറും. എന്നാ പോയി കിടക്ക്, കമന്ന് കിടക്ക്. രണ്ടടിയുടെ മുകളിലിടിച്ചേ.
കുറച്ച് ഗ്യാസ് പോയി. ക്ലീറ്റോങ്ങളുടെ വയറിൽ മുഴുവൻ ഗ്യാസ്. ഞാനേ ഇച്ചിരി ഒന്ന് കിടക്കട്ടെ. ഉരുണ്ട് ആ ബാക്കിൽ വരുന്നു. ചില കമന്ന് കിടക്കിട്ടാ. ചാതി എങ്ങനെയെങ്കിലും കിടന്നോളാം. മക്കളെന്തേ പോന്നെ? വെറുതെ കളിക്കണില്ലേ ഒന്നും? എന്ത് കിടന്ന് ഒച്ച എടുക്കുന്നത്? എനിക്ക് പോണ്ടേ? പോ. നീയാണോ ഷർട്ട് കഴിയുന്നത്? ഞാനല്ലേ എപ്പോഴും ഷർട്ട് കഴുകുന്നത്. തേച്ചത് തേക്കുന്നതും കഴുകുന്നതും ഒക്കെ ഞാൻ തന്നെയല്ലേ. ബട്ടൺ എവിടെ? അതിവിടെ തന്നെ ഉണ്ടല്ലോ. ദേ നിൽക്കുന്നു ബട്ടൺ. അതാ വലിച്ചു വലിച്ചു കിടക്കുന്നത് തന്ത. എന്റെ അച്ഛനെ പറഞ്ഞാലായിരിക്കും. ബട്ടൺ വെക്ക്. ഈ ബട്ടണാ? പിന്നെ വല്ലൊരു വട്ടൊക്കെ ഇടിപിടി കണ്ടിട്ട് ബട്ടൺ പോകുമ്പോഴേ നേരത്തെ പറയണായിരുന്നു. അത് ഇപ്പൊ ഇട്ടിട്ട് ഇറങ്ങാൻ നേരത്തല്ല പറയേണ്ടത്. നോക്കണോടി ഉത്തരവാദിത്തം വേണം. വീട്ടുകാരില്ല അങ്ങോട്ട് വന്നു നാത്തൂന്റെ അടുത്ത്. ഇന്നത്തേക്കാണേ ആ നാത്തൂനെ ഇവിടെ വന്നിരിക്കുവാണല്ലേ നാത്തൂനെ. പെട്ടെന്ന് വന്നേ. പിന്നെ ഇതിന്റെ ബട്ടൺസ് പോയി പിടിപ്പിച്ചില്ല. ബട്ടൺ ഇവിടെ ഇവിടെ ഇല്ലേ? നാത്തൂന്റെ അകത്ത് കാണും നോക്ക്. ദൈവം ഇതിന് ചേർന്ന ബട്ടൺ ഉണ്ടോ? ഇറങ്ങാനായിട്ട് അവിടെ നിന്നപ്പോഴാണ് നോക്കണത് ബട്ടൺസ് ഇല്ല. ശ്രദ്ധിച്ചില്ല. ശബ്ദം ക്ലീറ്റോന് ഗ്യാസ് കയറിയേക്കണേ. മരുന്നൊന്നും കഴിച്ചില്ലേ? മരുന്ന് സൂചി ഉണ്ടോന്നോ? മരുന്ന് കഴിക്കണ്ടേ എനിക്ക് ക്ലീറ്റോ? അത് പിടിച്ചേ. ഇതേതാണ് എന്റെ യൂണിഫോം മാറിയോ? ഭയങ്കര കൂടുതലാണല്ലോ. എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു ഞാൻ മരുന്ന് ഇഞ്ചി കുടിക്കണില്ല. ക്ലീറ്റോ ഗ്യാസ് വെച്ചോണ്ടിരിക്കരുത് കേട്ടാ. വേറെ എന്തെങ്കിലും അസുഖത്തിന്റെ ഇരിക്കും. പറഞ്ഞു കൊടുക്കുമോ? ഞാൻ എന്തോ ചേട്ടാ ആശുപത്രി പോ. ദേ വല്ല ആശുപത്രിയിലും പോ. എന്താണ് ഈ പണ്ടാരാണെങ്കിൽ ഞാൻ കോർത്തറിയ എന്തോ ഇടിച്ചേ കോർക്കാൻ പോരാ. അവക്കാണെങ്കിൽ ഒരു തിരി തിരി മതി 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 കൊണ്ടുപാടി കണ്ട് കഴിഞ്ഞ് എനിക്ക് തുന്നിട്ട് ഇതങ്ങോട്ട് തന്നെ തന്നെ ആവോ? നീ എരുമ മേടിച്ചടി. എരുമ ചേട്ടന് വയ്യ ഗ്യാസ്. അപ്പൊ പോത്താ അല്ല എന്തല്ലേ അല്ലയാ എടാ ഇങ്ങോട്ട് വന്നേ ക്ലീറ്റാ. ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കി തരാം. വെളുത്തുള്ളി എടുത്ത് അടിച്ചു കൊടുക്കാൻ ആശുപത്രി പോവാ നമുക്ക്. ചൂടുവെള്ളം അല്ല ഇച്ചിരി ഇഞ്ചി ചതച്ചാ കുടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ? ഇനി മരുന്ന് മേടിക്കത്തുണ്ട്. ഞാൻ മേടിച്ചിട്ടുണ്ടോ? അടിയാ നല്ല മരുന്നുകളെല്ലാം മേടിച്ച് കഴിച്ചാൽ മാറരുത്. ഗ്യാസിന് മരുന്നുണ്ട്. കഴിക്കണ്ടേടാ ജലൂസ്. അത് നല്ലല്ലേ? വിഷമാണോ ഈ ഇംഗ്ലീഷ് മരുന്നൊന്നും നല്ലതല്ല. എനിക്ക് വേറെ മരുന്ന് മേടിക്കേ. അത് കുറച്ച് ഇച്ചിരി ചൂടുവെള്ളം എടുത്താ ചൂടുവെള്ളം ഇപ്പൊ മാറും. അത്ര മതി. നീ ചൂടുവെള്ളം എടുത്താണ്. ചൂടുവെള്ളം ഉണ്ടോ അവിടെ? ആശുപത്രി പോണോ? ആശുപത്രി കൊണ്ടുപോയാ നമുക്ക് ആശുപത്രി പോവാൻ ക്ലീറ്റോ. ഞാൻ പറയുന്നത് കേക്ക് ക്ലീറ്റോ. രണ്ട് തട്ട് കൊടുത്താ ഇങ്ങനെ തട്ടണ്ട. നോക്കിട്ട് കുടിക്കണം. ചൂട് ഇപ്പൊ ഇച്ചിരി ആശ്വാസം കുറച്ച് ഗ്യാസ് പോയാ തട്ടിയപ്പോ മരുന്നെല്ലാം മണി മേടിച്ചോട്ടോ. ഞാൻ മരുന്ന് മേടിക്കാത്തോണ്ടാണ് അത് കുടിക്കണ്ടേ? മരുന്ന് അറിയാ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലേ ആന്തരിക അവയവങ്ങളെ കൂടുതൽ ബാധിക്കും. ലോകത്ത് ഇംഗ്ലീഷ് ഹോമിയോ മരുന്ന് ഹോമിയോ മരുന്ന് അല്ലല്ലേ? ഹോമിയോ അത് മരുന്ന് അതൊക്കെ എടി അതൊക്കെ എന്തൊക്കെയോ ചേർത്ത് ഉണ്ടാക്കണേണ്. ചേർത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഇച്ചിരി ആശ്വാസം തോന്നുന്നുണ്ട്. വെള്ളം കുടിക്കേ.
കുറച്ച് കിടക്കാൻ വാങ്ങാൻ മാറും മക്കളെ. ചൂട് മാറട്ടെ. അച്ഛൻ പോട്ടാ. ഒന്ന് ആശുപത്രി പോകാൻ ക്ലീറ്റ് രാത്രി ഞാൻ ഒരു കോളെ കണ്ടടിച്ചിട്ടില്ല. വീണ്ടും ദാ ഉരുണ്ട് വരട്ടെ, ഞാൻ പിടിച്ചിട്ട് കൊണ്ടുപോകും. ഉരുണ്ട് കയറുന്നു. വീണ്ടും മേടിച്ചു തരുമോ? ആ മേടിച്ചോണ്ട് കേട്ടാ. ഓക്കെ. വീണ്ടും കയറി ദാ ഉരുണ്ട് കയറുന്നു. ഉരുണ്ട് കയറുന്നു. ബിന്ദു ഇവിടെ ഇനി വേറെ വല്ല അസുഖമാണോ? ഗ്യാസിന്റെ തന്നെ, പക്ഷെ മരുന്ന് കഴിച്ചാലേ മാറുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ക്ലീറ്റ വരണ്ട, ഞാൻ പോയിട്ട് വരട്ടെ. നിങ്ങൾ മരുന്നൊന്നും തരണ്ട എനിക്ക്. അത് കുറച്ച് കഴിയുമ്പോൾ മാറി ഇച്ചിരി വെള്ളം കൂടുതൽ കുടിച്ചാ. ഈ രാവിലെ പോലെ നിങ്ങൾ വെള്ളമല്ലേ കുടിച്ചോണ്ടിരിക്കണേ? എന്താടി കുറവുണ്ടാവും? എവിടെ കുറയാനായിട്ട് ദേ ആ മേശപ്പുറത്തിരിപ്പുണ്ട്. ഒരു രക്ഷയിൽ എന്തായിരിക്കും ഇങ്ങനെ വരാനായിട്ട്? ആഹാരമെല്ലാം മാറി. നിനക്ക് വേറെ കുഴപ്പമൊന്നും കൊച്ചിനും? എനിക്കെന്തോ കുഴപ്പം? ഇത് ഈ പുറത്തിറങ്ങിയിട്ട് അതും തിന്നണേന്റെ ആടാ. മഞ്ഞക്കുള്ള സമയമല്ല. ആശുപത്രിയിൽ വിളിച്ചാലിട്ട് വരെയുമില്ല. സ്വന്തമായിട്ട് അടി തുടങ്ങിയ എന്താ വെള്ളം വല്ല വേണോ എനക്ക്? ശകല സമയം നിൽക്കും, പിന്നെ കുറെ വീണ്ടും തുടങ്ങും. ആണല്ലേ? ആശ്വാസമുണ്ടേ. ആശ്വാസമുണ്ട്. അതെ, നമ്മുടെ മനസ്സങ്ങ് മാറ്റിയാൽ അതേന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് കുഴപ്പമില്ല. മനസ്സിലളിയാ ഞാൻ കൊണ്ടുവരാണെന്ന കളിയാ. സാധനം കിട്ടിയായിരുന്നു, റഷ്യൻ മാറ്റി സാധനം കിട്ടിയായിരുന്നു. ആർക്ക്? അപ്പുറത്ത് കൊണ്ട് കയറാൻ പറ്റും. അപ്പുറത്തോട് ജമന്തി ഇരിക്കുന്നു. ജമന്തി ഉള്ളതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റില്ല. പക്ഷെ അടിയിലടിക്കാൻ പറ്റില്ലല്ലോ. നീ അവിടെ കൊണ്ട് വെച്ചോ. എന്റെ ബെഡിന്റെ അടിയിലോട്ട് കൊണ്ട് വെച്ചോ. ഇവിടെ ബെഡിന്റെ അടി കൊണ്ട് വീണിയാ. ഞാൻ സൗകര്യം പോലെ കാണിച്ചോളാം. എല്ലാം കൂടെ നീ ഇന്ന കടിച്ചു തീർക്കൂ. അല്ല, നിനക്ക് അസുഖമൊക്കെ മാറട്ടെ, സാവകാശം അടിക്കാം. അടി വെച്ചേക്കാം. എന്നാ അവിടെ കൊണ്ട് കയറില്ല, അവളിനി തലയിൽ കയറും. എവിടെ അറിയണ്ട. റഷ്യൻ സാധനമാണ്. ഇതേ ഞാൻ ആ കട്ടിലടി ഇത് പണ്ടാറാവുന്ന കളിയിൽ ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്നതായി പോലും. ഈശ്വര, ആരും കാവഴുക്കുമ്പോ ആക്കി വാഴിപ്പുണ്ടെന്ന് പറഞ്ഞ കണക്ക് ആ വളിയന് കഴിക്കാനും പറ്റുന്നില്ല. ചോറൊന്നും കഴിച്ചിട്ടില്ല. ആശ്വാസമായി. എനിക്ക് നല്ല അടിയിൽ കുറവാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇതൊക്കെ അസുഖമൊക്കെ മാറ്റം നമുക്ക് അടിക്കാം. വീണ്ടും വന്നു തുടങ്ങിയ ഒന്നുമില്ല, ഞാൻ പുല്ല് പറിക്കായിരുന്നു. ഊണ് കഴിച്ചാ? അവനല്ല ചൂട് കഞ്ഞിയല്ലോ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. അണ്ടാവൊക്കെ എടുത്തിട്ട് പാചകോ? പാചകം ഒന്നുമില്ല, അതേ അകമൊക്കെ ഒന്ന് ഒതുക്കിയപ്പോഴത്തേനും പഴയത് നിങ്ങളുടെ പുറത്തോട്ട് എടുത്ത് വെച്ചു. പോയാ മിടുക്കനായിട്ട് നിക്കണമൊക്കെ ബിസ്ക്കറ്റിൽ നിന്ന് മാറിയാ? പിന്നെ അല്ലാതെ ക്ലീറ്റ പറഞ്ഞ ശരിയായിരുന്നു. ചുമ്മാ ആവശ്യമില്ലാതെ മരുന്നൊക്കെ കഴിക്കേണ്ട ഒരാവശ്യം ഉണ്ടായില്ല. കുറെ വെള്ളം കുടിച്ചപ്പോഴത്തേനും അങ്ങ് മാറിയെന്ന് പറഞ്ഞു. വെള്ളം കുടിച്ചോളൂ, വെറും വെള്ളം. കുഴപ്പമില്ല ഇപ്പാ. അത് ഭയങ്കര അത്ഭുതമായി പോയല്ലോ. ഇതധികം കഴിച്ചിട്ട് ഇനി അടുത്ത ഗ്യാസ് ഉണ്ടാക്കരുത്. മൈദ മൈദ കഴിച്ചുകൂടാ, മൈദയിലുള്ളതാ. അളിയാ പോയാ? അത് സിമ്പിൾ അല്ലേ അളിയാ. കുറെ വെള്ളം കുടിച്ചപ്പോൾ എല്ലാം മാറി. വെള്ളം കുടിക്കണം, ഏത് അസുഖം വന്നാലും വെള്ളം കുടിച്ചാൽ മതി. ആ, വെള്ളം ശരീരത്തിന് നല്ല ഇതാണ്. ആ ശരി, നമ്മുടെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളൂ അല്ലേ? വാട്ടർ തെറാപ്പി. എനിക്ക് വേണ്ട സ്കെറ്റ് ഇല്ല. ആ പിന്നെ ഇന്ന് ഭയങ്കര ടയർഡായിപ്പോയി. ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. മേലെ കയറി താഴെ കയറി ഇങ്ങനെ ഒത്തിരി പണിയായിരുന്നു. ആഹാരത്തിന് രണ്ടെണ്ണം അടിയാ. കുളിച്ചിട്ടെ എന്നിട്ട് സാധനം ഇടാമോ? എന്നിട്ട് ആഫ്രിക്കൻ റമ്മ എന്തുവാ? ഇല്ല ഞങ്ങൾ വേറെ വന്നിട്ട് കാര്യം സംസാരിക്കുന്നത്. എന്ത് വേറെ കാര്യം?
അത് ഏട്ടന്റെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്. നീ നേരെ നോക്കിയാണേ, നേരെ ചിരിച്ചോണ്ടിരിക്കണ എന്നെ. ഒരു കുഴപ്പമില്ല. അവൾ ഇങ്ങനെ ഉണ്ടർ കണ്ടു ചോക്കിട്ടാണ്. എടി മഞ്ഞപ്പിത്ത വന്നാൽ എല്ലാം മഞ്ഞപ്പിത്തായിട്ട് തോന്നും. അവന് ചായ വേണമെന്ന്, ചായ ഉണ്ടാക്കി കൊടുക്കുക. ചായ അല്ല. എടേ അവർക്കറിയാം. നീ ചുമ്മാ എന്തൊരു കുഴപ്പമില്ല. തങ്കം ഇപ്പം ഭയങ്കര പ്രശ്നമാണ്. അല്ല ഞാൻ അടിച്ചോളാം. എനിക്ക് കുഴപ്പം. എനിക്ക് എന്തെങ്കിലും വേണം. അതെന്തൊരു ഇടപാടാണ്. നമ്മൾ സാധാരണ ചെയ്യണം. അമ്മാവനും കൂടെ വന്ന് നമ്മൾ മൂന്നാളും കൂടെ ഒരുമിച്ച് അമ്മാവനോട് വന്നിട്ട് മോശമാണ്. അമ്മാവ എനിക്ക് 2 എണ്ണം മതിയല്ലേ. ഈ ചുമ്മാ 2 എന്ന് പറഞ്ഞാൽ അവസാനം നീ ഇത് കൂടുതൽ കഴിക്കും. ഇപ്പം എടുക്കണ്ട ശരിയാവില്ല. അതോ ഞാൻ എടുക്കും. കളിക്കല്ലേ എന്താ കുഴപ്പം? അതെ എന്താന്ന് പറ. എന്ത് സാധനം എടുക്കണം? അല്ല ഇപ്പം ഒരു സാധനം എടുത്തോണ്ട് വരും. അപ്പൊ കാണാൻ പറ്റും. അല്ലാതെ പറഞ്ഞാൽ പറ്റില്ല. എന്താ ഇല്ല അങ്ങനെ ഇപ്പോൾ സാധനം അങ്ങനെ നീ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ എന്ത് സാധനം? ഇവിടെ ഒരു സാധനം ഇല്ലല്ലോ. എന്ത് സാധനം ഇല്ലെന്ന്? ഇവിടെ ഒരു സാധനം ഇല്ല. ഇവിടെ ഒരു സാധനം കൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ? ആ സാധനം കൊണ്ടുവച്ചെന്ന് പറഞ്ഞാൽ നീ എവിടെ കൊണ്ട് ചാലയെ കൊണ്ടുവച്ച് എപ്പോൾ കൊണ്ടുവച്ചു? നിനക്ക് എടുക്കാൻ പറ്റൂലേ? എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന സാധനം അങ്ങനെ എടുക്കാം. വേറെ ആർക്കും ഞാൻ സമ്മതിക്കില്ല. എന്താ ഉള്ള കാര്യം തന്നെ പറഞ്ഞു. എന്റെ കൈ കുരുവൊന്നുമില്ല. ഞാൻ എനിക്കറിയാലോ. എന്ത് സാധനത്തിന്റെ കാര്യം പറയണത്? ആഫ്രിക്കൻ റം പകുതി എന്ത് ചെയ്തു? ഇങ്ങനെ ഈ ആഫ്രിക്കയിൽ ഫുള്ള് എന്ന് പറഞ്ഞാൽ പകുതി കാണുന്നതായിരിക്കും ചിലപ്പോൾ അല്ലേ? ആഫ്രിക്കയിലെ ലോകത്ത് എവിടെ ഫുള്ളിന് ഫുള്ളെന്ന് തന്നെ പറയണത്. നിങ്ങൾക്ക് ഒരു ഇതിനകത്ത് നേരെ ഉണ്ടാകടി. ഈ സാധനം കഴിക്കാൻ നിങ്ങൾക്ക് വയറിന് ഒരു കുഴപ്പമുണ്ടാവില്ല ക്ലീറ്റോ? സീല് പൊട്ടിച്ച് അത് പിന്നെ കുറെ നാളായിട്ട് ഞാൻ എന്നെ കൊതിപ്പിച്ചോണ്ടിരിക്കുക ആഫ്രിക്കൻ റം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഞാൻ ലേശം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തായിരിക്കും. പക്ഷെ നീ പറഞ്ഞ പോലെ ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല. ഒരു മണമില്ല, ഒരു ഗുണമില്ല. ഇതിനും നല്ലത് നമ്മൾ ആയുർവേദ കടയിൽ കിട്ടുന്ന കഷായമാണ് നല്ലത്. തലയ്ക്ക് പിടിക്കില്ലെന്നേ. തലയ്ക്ക് പിടിക്കൂല, ഇത് വയറിനെ പിടിക്കുള്ളൂ. നിന്റെ അസുഖം മാറിയില്ലേ? ഇത് ഗ്യാസിനുള്ള നല്ല 1-ാം തരം കഷായ. ഇത് കുടിച്ച് തലയ്ക്ക് പിടിക്കുന്നത് എങ്ങനെ? നിന്റെ അസുഖം മാറും, അത്രേ ഉള്ളൂ. ഒന്നുമില്ല, നിനക്ക് ഒരു കുരുവില്ല. ഇപ്പൊ എല്ലാം മാറിയിട്ടുണ്ട്. നല്ല 1-ാം തരം മരുന്നാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും. അളിയാ സമയാസമയത്ത് ഒരു അസുഖം വന്നാൽ മരുന്ന് മേടിച്ച് കഴിക്കണം. അപ്പൊ എല്ലാ ഗുരുവും മാറും. അല്ല ഞാൻ അത് കഴിക്കില്ല ഇത് കഴിക്കില്ല പറയുന്നത് കാര്യമല്ല. പിന്നെ ഇതെന്തിനും ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് പട്ടയെന്ന് പറഞ്ഞാൽ പട്ടണത് എഴുന്നേറ്റ് വരും. Alien versus Alien.